ഹായ് നമസ്കാരം. അപ്പോൾ ISL തുടങ്ങാൻ ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫാൻ കോഡ് ഒരു പ്ലാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് മാത്രം കാണാൻ വേണ്ടിയിട്ട് വെറും 149 രൂപ മാത്രമേ ഉള്ളൂ. സംഭവം നിങ്ങളെല്ലാവരും റീചാർജ് ചെയ്യുന്നതാണ്. ഒരു മാസം ഈ ജിയോ മറ്റുള്ള എല്ലാ സിമ്മും കാര്യങ്ങളൊക്കെ ഒരു മാസം 299 350 റീചാർജ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സീസൺ മുഴുവനായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ വെറും 149 മാത്രമേ ചിലവ് വരുന്നുള്ളൂ. ഇനി ആ ഒരു പൈസയും കൊടുക്കാനില്ലാത്തവർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക, എന്നിട്ട് നേരെ ആ ഗ്രൂപ്പിലേക്ക് കയറി പോകുന്നോളി. അതിൽ മാച്ചിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് ലിങ്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അത് കാണണമെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് കയറിക്കോളി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് മാത്രം കയറിയാൽ മതി. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എല്ലാ പ്ലേയേഴ്സ് സച്ചിൻ സുരേഷ്, നോറ ഫെർണാണ്ടസ്, ഡോഹ്ലിങ്, അതേപോലെ തന്നെ കെവിൻ യൂക്ക്, മർലോൺ റൂസ് ട്രൂജിലോ, മത്യാസ് ഹെർണാണ്ടസ്, സന്ദീപ് സിംഗ്, പിന്നെ ശ്രീകുട്ടൻ MMS, വിപിൻ മോഹനൻ, ഉമ്മർ ബ, റൗളിൻ പോർജിസ് തുടങ്ങിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്ലേയേഴ്സ് തന്നെയാണ്, കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്ക്വാഡിലുള്ളത്. പക്ഷേ സ്ക്വാഡിലില്ലാത്ത 2 പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ B ടീം, അതായത് ജൂനിയർ ടീമിൽ നിന്ന് സീനിയർ ടീമിലേക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള 2 പ്ലേയേഴ്സാണ്. ഒന്ന് ജയനും ഉണ്ട്, രണ്ടാമത് അജിസലും ഉണ്ട്. അജിസൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ജയൻ ആരാണ് അത് അങ്ങനെ തന്നെയാണ്, വരുമ്പോൾ തന്നെ അല്ല അറിയുള്ളൂ ആരാണ് ആ പ്ലെയർ. നമുക്ക് കളി കണ്ടിട്ട് അനാലിസ് ചെയ്ത് നോക്കാം. അപ്പോൾ ജയനും അജിസലിനുമാണ് B ടീമിൽ നിന്നും C ടീം. അത്യാവശ്യം നല്ല കളി കളിച്ചുകൊണ്ടല്ലേ അവർക്കൊക്കെ മെയിൻ ടീമിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുള്ളത്. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശ നൽകുന്ന ഒരു വാർത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രമുഖ സൂപ്പർ താരം ടീം വിട്ടു, അമീറാണ് അവിടെ. നമുക്കറിയാലോ, നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊൽക്കത്തയ്ക്ക് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത, അവരുടെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ആശിഷ് റായ് പരിക്ക് കാരണം ഈ സീസണിൽ ഒരു കളി പോലും കളിക്കില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് എങ്ങനെ ഇവരിത് മാനേജ് ചെയ്യുന്നു. കാരണം അവർക്ക് സഹിക്കാൻ പറ്റില്ല, കാരണം പൈസ എറിഞ്ഞ് ആൾക്കാരെ ടീമിക്ക് എത്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്ലെയറാണ് ആ ഒരു പൊസിഷനിലേക്ക് കൊൽക്കത്ത മോഹൻ ബഗാൻ റാഞ്ചിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്തും ചെയ്യാന്നുള്ളൊരു കോലത്തേക്കാണ് കാര്യങ്ങൾ നടന്നു വന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സ് അമീറാണാവാടനെ സൈൻ ചെയ്ത് 1-2 വർഷത്തിനുള്ള 5 വർഷത്തിന് സൈൻ ചെയ്ത ഒരു പ്ലെയർ ഒരു കളി പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കളിക്കാതെ നേരെ മോഹൻ ബഗാൻക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഒരു ചേതോവികാരം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അത് ലോണിലാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇനി ബ്ലാസ്റ്റേഴ്സ് ആരെ വെച്ചിട്ടാണ് കളിക്കുക? സന്ദീപ് സിംഗിനെ വെച്ച് കണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നേരെ നമ്മളെ വിങ്ങറായിട്ടുള്ള കോറോ സിംഗിനെ റൈറ്റ് ബാക്ക് ആക്കേണ്ടി വരും. അല്ലാതെ നിലവിലൊരു ഓപ്ഷൻ കാണില്ല. കാരണം എന്തിന് ഈ പ്ലെയറെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാന് വിട്ട് നൽകി ലോണിൽ നിന്ന് പലരും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം സാമ്പത്തിക ബാധ്യത തന്നെയാണ്. ക്ലബ്ബ് വളരെയധികം സാമ്പത്തിക പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പല പ്ലെയേഴ്സിനും സാലറി കൊടുക്കാനും ഈ സീസൺ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നല്ല ഇടങ്ങേറാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നവർക്കല്ല, ഉള്ളിൽ നല്ല പ്രശ്നങ്ങളാണ്, പൈസ പ്രശ്നമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മറികടക്കണമെങ്കിൽ ഇങ്ങനെ പ്ലേയേഴ്സിന് ലോൺ കൊടുത്തേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ടൊക്കെ ആകും ചിലപ്പോൾ അമീറാണ് അവാർഡിനെ ലോണിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാത്തൊരു കാരണം എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നമുക്ക് പൊതുവേ ഉള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് ഇല്ലാത്തൊരു സീസണാണ്. കാരണം എല്ലാതും പുതിയ പ്ലേയേഴ്സാണ്. പഴയ പ്ലേയേഴ്സൊക്കെ പോയി, ജീസസ് ടിമിനസ് പോയി, ലൂണല്ല, നൂഹല്ല ഒക്കെ പുതിയ പ്ലേയേഴ്സാണോ. പക്ഷേ ആ പ്രതീക്ഷ അവസാനിപ്പിച്ചെടുത്ത് നിന്നാവും ചിലപ്പോൾ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ വരിക. അതങ്ങനെയുള്ളൂ. ഒരു പ്രതീക്ഷ ഇല്ലാത്ത സമയത്താണ് ചിലപ്പോൾ നമുക്ക് വിചാരിക്കാത്ത കാര്യങ്ങൾ കിട്ടുക. അപ്പോൾ ഈ സീസൺ അങ്ങനെയെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. കഴിഞ്ഞ സീസണെ പോലെ ഒന്നല്ല, ഒരു പ്രതീക്ഷയില്ലാതെ ഒരു സീസണെ വരവേൽക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കാത്ത ചില സർപ്രൈസുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടി എത്തിയേക്കാം എന്നൊരു ഇത് കാണുന്നുണ്ട് ഈ ഒരു സീസണിൽ. എന്തായാലും അങ്ങനെ നടക്കട്ടെ, അങ്ങനെ ഉണ്ടാവട്ടെ. കളി കാണാനാണെങ്കിൽ ഫാൻ കോഡിൽ പ്രീമിയം പ്ലാൻസ് ഉണ്ട്. 150 രൂപയ്ക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി മാത്രമാണെങ്കിൽ, അത് ബ്ലാസ്റ്റേഴ്സ് എന്നല്ല, മറ്റുള്ള ഏത് ഒരു ടീമിൻ്റെ മാത്രം കളി കാണാൻ 150 രൂപയാണ് ചാർജ്. പൈസ ഉള്ളവർ പെട്ടെന്ന് റീചാർജ് ചെയ്തോളൂ. അല്ലാത്തവർ ഈ ഒരു ഗ്രൂപ്പിലും കയറിക്കോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്